ബിജെപി ദേശീയ ഭാരവാഹി പട്ടികയ്ക്ക് മലയാള തിളക്കം. ബിജെപി ദേശീയ ഭാരവാഹി പട്ടികയിൽ കൂടുതൽ കേരള നേതാക്കൾക്ക് സാധ്യത എന്ന സൂചന. ശോഭാ സുരേന്ദ്രൻ, ജോർജ് കുര്യൻ, പത്മജ വേണുഗോപാൽ എന്നിവർ പരിഗണനയിലുണ്ട്. ചുമതല ഒഴിയുന്ന സംസ്ഥാന പ്രസിഡന്റുമാർക്ക് കാര്യമായ പദവി നൽകുന്ന പതിവ് ബിജെപി പിന്തുടരാറുണ്ട്. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയാകും എന്നാണ് വിവരം. ശോഭാ സുരേന്ദ്രനെ മഹിളാ മോർച്ച ദേശീയ ജനറൽ സെക്രട്ടറിയാക്കാൻ ആലോചന. രാജ്യസഭയിലെ കാലാവധി പൂർത്തിയാക്കുന്ന ജോർജ് കുര്യൻ ന്യൂനപക്ഷ മോർച്ച ദേശീയ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ആകാനാണ് സാധ്യത. അനിൽ ആന്റണിയോ അനൂപ് ആന്റണിയോ രാജ്യസഭാ അംഗമായേക്കും. ഉടൻ നടക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ വികസനത്തിലും ജോർജ് കുര്യന് പകരം കേരളത്തിൽ നിന്നും മന്ത്രി ഉണ്ടാകാൻ സാധ്യത. നിലവിൽ രാജ്യസഭാംഗമായ സി സദാനന്ദൻ മന്ത്രിയാകും എന്നും കേൾക്കുന്നു. ഇതിനൊപ്പം സംസ്ഥാന തലത്തിലും പുനഃസംഘടന നടക്കും എന്നാണ് സൂചനകൾ. മോശം പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാന ഭാരവാഹികളെയും ജില്ലാ പ്രസിഡന്റുമാരെയും മാറ്റുന്നതിന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയതായാണ് വിവരം. തിരുവനന്തപുരം നോർത്ത്, എറണാകുളം സിറ്റി, കോട്ടയം വെസ്റ്റ്, കോട്ടയം ഈസ്റ്റ്, പത്തനംതിട്ട പാലക്കാട് ഈസ്റ്റ്, മലപ്പുറം ഈസ്റ്റ്, കോഴിക്കോട് റൂറൽ, തൃശൂർ നോർത്ത്, തൃശൂർ സിറ്റി, ആലപ്പുഴ നോർത്ത് എന്നീ ജില്ലകളിലെ അധ്യക്ഷന്മാരെ നീക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. എന്നാൽ ഇതിൽ ചിലരെ ഒഴിവാക്കുന്നതിനെതിരെ കടുത്ത സമ്മർദ്ദവുമുണ്ട്. ഇരട്ട പദവികൾ പാടില്ല എന്ന നിബന്ധന ബിജെപിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മേയർ വി രാജേഷിന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം നഷ്ടമാകും എന്ന് അറിയുന്നു. ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോയാൽ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിവുവരും. അനൂപ് ആന്റണി രാജ്യസഭാംഗമായാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് എത്താൻ സാധ്യത. പുനഃസംഘടനാ ചർച്ച തുടങ്ങിയതോടെ പ്രവർത്തന മികവ് ബോധ്യപ്പെടുത്താനുള്ള കണക്കുകളുമായി ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ സമീപിക്കുന്നതായാണ് വിവരം. ബിജെപിയുടെ പുതിയ ദേശീയ ഭാരവാഹികളെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിതിൻ നബീൻ ജൂൺ പകുതിയോടെ പ്രഖ്യാപിക്കും എന്നറിയുന്നു. കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പട്ടികയിൽ ഉണ്ടാകും എന്ന സൂചന ശക്തമാവുകയാണ്. പി അബ്ദുള്ളക്കുട്ടി, അനിൽ ആന്റണി എന്നിവരാണ് നിലവിൽ കേരളത്തിൽ നിന്നുള്ള ദേശീയ ഭാരവാഹികൾ. പലപ്പോഴും നേതൃത്വത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ മലയാളികൾക്ക് അവിടെ വേണ്ടത്ര സ്ഥാനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മലയാളികളായ കേരളത്തിലുള്ള ബിജെപി പ്രവർത്തകർക്ക് ദേശീയ നേതൃത്വത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും നിലനിൽക്കാറുണ്ട്. പക്ഷെ കരുത്തരായ നേതാക്കൾ അവർ അത് ഏത് സംസ്ഥാനത്താണ് ഉള്ളത് എങ്കിൽ പോലും ബിജെപി അവരെ പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെയുള്ള ബിജെപിയുടെ ചരിത്രം പരിശോധിച്ചാൽ അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. ബിജെപിയുടെ നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമർത്ഥരായ നേതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ മലയാളത്തിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് പോകാൻ എന്തുകൊണ്ടും കഴിവ് ഉള്ളവർ തന്നെയാണ് ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഒക്കെ അടങ്ങുന്ന ആ ഒരു നേതൃനിര. എന്തായാലും കേരളത്തിൽ നിന്നും ഇവർ ദേശീയ നേതൃത്വത്തിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ മോദിക്കൊപ്പം നിന്ന്, അല്ലെങ്കിൽ മോദിയുമായിട്ടുള്ള വൃത്തങ്ങളുമായി ചേർന്ന് നിന്ന്, ബിജെപിയുമായി ചേർന്ന് നിന്ന് ദേശീയ നേതൃത്വത്തിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെ കേരളത്തിലെ ബിജെപിയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സംഘടനാപരമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വരുത്താൻ ഈ നേതാക്കൾക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മാറ്റം, വരാൻ പോകുന്ന ഈ മാറ്റത്തിന്റെ സൂചനയെ വളരെ സന്തോഷത്തോടു കൂടിയാണ് കേരള ബിജെപി അംഗീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.